पकड़ा गया എന്നെ പിടിച്ച് ഇതിലിട്ടിട്ട് നീ ആളെ ഊശാക്കുക. നമ്മുടെ ബോധ്യങ്ങളിൽ വേണം നമ്മൾ നിൽക്കാൻ. എനിക്ക് എല്ലാവരോടുമായി ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, ചെറിയൊരു തർക്കം ഉണ്ടായി, അല്ലാതെ വലിയൊരു വഴക്കൊന്നും ഉണ്ടായില്ല. स्पीड में चलाने लगी गाड़ी. ഷൈനി, എന്ത് സംഭവിച്ചിട്ട് താനിങ്ങനെ അപ്സെറ്റ് ആവുന്നത്? ഫിദയാൽ എന്താ കുഴപ്പം? അവളാണ് നമ്മുടെ ബിസിനസ്സിൽ ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത്. എത്ര കാശ് നമ്മൾ ബാധ്യപ്പെട്ടിരിക്കുന്നത് അറിയാവോ? നമ്മളല്ല, फिदा के साथ घूमता रहता था. ഫിദയുടെ കയ്യിൽ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് മടക്കി കൊടുക്കണം. ആ ബാധ്യതയുടെ കഥ ഇനി എന്നോട് जो उसने पैसे दिए थे ना उसको 25 लाख. അവൾ വളരെ ഹാപ്പി ആയിട്ടാണ് ഈ ട്രിപ്പിന് വന്നത്. എടാ, നിനക്ക് ആ ഫോൺ വരുന്നവർ ഇവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിരുന്നോ? അത് ഞങ്ങളെല്ലാരും കേട്ടത് ഷൈനിക്ക് വലിയ ക്ഷേമമായിട്ടുണ്ടാവും. നിങ്ങൾ രണ്ടുപേരും കൂടെ നമുക്ക് ഇതിന്റെ നെല്ലും പതിരും തിരിച്ചെടുക്കണ്ടേ? ആ വോയിസ് മെസ്സേജ് എന്നിട്ടേ ഞാനത് वॉइस मैसेज उसमें तो कोई दम की तरह ओवे. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് ഞാൻ കാശ് കൊടുക്കാനുള്ള ഒരാളുടെ മെസ്സേജ് ആയിരുന്നു. അയാൾ കുറച്ച് മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടെന്ന് ഉള്ളത് പോരാ, സഹകരണം പോരാ. ഇവിടെ ജിതേഷ് മാത്രമേ എന്നോട് സഹകരിക്കുന്നുള്ളൂ. എന്താ ജിതേഷ്? നിങ്ങളിത് ഒളിച്ചു വെക്കും. നാളെ പോലീസ് സ്റ്റേഷനിലിട്ട് പോലീസിൻ്റെതായ രീതിയിൽ ചോദിക്കുമ്പോൾ സർ, അയാൾ വളരെ മോശപ്പെട്ട രീതിയിലാണ് സംസാരിച്ചത്. സർ, മാത്യു പൊളിഞ്ഞു നിൽക്കുകയാണെന്ന് ഞങ്ങളൊക്കെ അറിഞ്ഞത്. ഷൈനിയുടെ ഒരു പ്രത്യേക സ്വഭാവമായിരുന്നു അല്ലേ മാത്യു? പുള്ളി ഇല്ല സർ. നിങ്ങളുടെ മുറിയിൽ ഞാൻ ചില മരുന്നുകൾ കണ്ടു. എന്റെ പരിമിതമായ അറിവുകൾ. ഷി വാസ് ബൈപോളർ. अच्छा उसे ही है. कौन खाता था दवाई को? അരെ വയ്യ. വർക്ക് ചെയ്തിരുന്ന ഹോസ്പിറ്റലിലാണ് ഷൈനി കൺസൾട്ട് ചെയ്തിരുന്നത്. ഷൈനി അവിടെ അഡ്മിറ്റ് ആയിരുന്നപ്പോൾ അവിടുത്തെ സൈക്കാട്രിസ്റ്റ് എൻ്റെ ഒരു ഒപ്പീനിയൻ എടുക്കാനായിട്ട് साइकियाट्रिस्ट के पास जाती थी वो. വോയിസ് മെസ്സേജ് അതിനേക്കാൾ പ്രശ്നമായിരുന്നു. ഫിദ പറഞ്ഞിട്ട് മാത്യുവിന് കാശ് കൊടുത്താണ്. മെസ്സേജ് അയച്ച ആളെ നമുക്കൊന്ന് വിളിക്കാം. ഫിദയ്ക്ക് പരിചയമുള്ള ആളല്ലേ? തന്നെ പറ്റി മോശമായി സംസാരിച്ച എന്തിനാണെന്ന് അറിയണമല്ലോ. ഇയാള് നല്ല ഉശിരുള്ള പെണ്ണാണെന്നാണല്ലോ ഞാൻ വിചാരിച്ചേ. സർ, അയാളെ വിളിക്കാൻ ചെറിയ മടിയുണ്ട്. പേര് ഫീഡ് ചെയ്തിരിക്കുന്നത് ജോൺ ബിൽഡർ. जॉन बिल्डर. ഒരു ദാക്ഷിണ്യവും കാണിക്കണ്ട. വെച്ച് ഹലോ ഫിദ. അവിടെ കാശ് തരാനുണ്ടെന്നും പറഞ്ഞിട്ട് എന്തൊക്കെ നാരത്തരാണ്. ഞാൻ ഫിദയെ നേരിട്ട് വന്ന് കണ്ട് ക്ഷമ ചോദിക്കാതിരിക്കായിരുന്നു. ഫിദ, ഇത് ഫോണിലൂടെ സംസാരിച്ച് ശരിയാവില്ല, പ്ലീസ്. कार्ड्स फोन. ജോണിന് മാനസാന്തരം സംഭവിക്കാൻ നിങ്ങളുടെ വഴക്ക് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ജോണിനെ വിളിച്ചായിരുന്നോ? ഇല്ല ഇല്ല. മാത്യു വന്ന് ജോണിനെ വിളിച്ചേ. കാശൊക്കെ നമുക്ക് കൊടുക്കാന്നേ. ഇപ്പൊ തൽക്കാലം അങ്ങനെ പറ. इसने तो उस समय पे किया था फोन. दोबारा बोल रहा है ना कॉल करने के लिए, तो देखना चाहते हैं वैसी बात करते ही नहीं करता. ഓക്കെ, ജോൺ എടുക്കുന്നില്ല. നമുക്കൊരു മെസ്സേജ് ഇട്ട് വെക്കാം. റിപ്ലൈ വരുമോ എന്ന് കാണാമല്ലോ. സിദ്ധാർത്ഥേ, നമ്മുടെ മെഡിക്കൽ റെപ്പിനെ ഒന്നുകൂടെ വിളിച്ചേ. अच्छा मेडिकल टीम के लिए कर रहा है. हैं? फोन क्यों काट रहे हो? ഉറങ്ങിയാൽ നമ്മൾ അവനെ വിളിച്ചെഴുന്നേൽപ്പിക്കും. നമ്മൾ വിളിച്ചുകൊണ്ടേയിരിക്കും. സർ, ഫോൺ സൈലന്റിൽ വല്ലതും ആയിരിക്കും. साइलेंट. നിങ്ങൾ കളി തുടങ്ങിയത്, എന്നിട്ട് കളിക്കിടയിൽ ശ്യാമിന് ഒരു കോള് പോലും വന്നില്ല അല്ലേ? इस समय फोन साइलेंट था रखा हुआ ना, अभी भी शायद वैसे ही रखा हुआ. ये पकड़ा गया. എന്നെ പിടിച്ച് ഇതിലിട്ടിട്ട് നീ ആളെ ഊശാക്കുക.
इसे साइलेंट करेगा. മോഡിലായിരുന്നു അല്ലേ? पकड़ा गया. ആരെങ്കിലും ഇതുപോലത്തെ इतने सारे मैसेजेस. पकड़ा गया. ओ बैम. ഒരു അഡ്വക്കേറ്റ് ജയപ്രകാശിന്റെ മെസ്സേജ്. കോൾ മീ ഇൻ വാട്സ്. പ്ലീസ് കോൾ. നോട്ട് ഗെറ്റിംഗ് യുവർ നമ്പർ. പ്ലീസ് കോൾ മീ ബാക്ക്. ഇറ്റ്സ് അർജന്റ്. अब फंस गए ये. അർജന്റ് എന്നറിയണമല്ലോ. ഇപ്പൊ വേണ്ട സാർ, ഞാൻ വിളിച്ചോളാം. ഇടാ ബാങ്ക് ആരെങ്കിലും ഒഫീഷ്യൽ കോളല്ലേ, ലൗഡ് സ്പീക്കറിലിടണ്ട, എല്ലാരും കേൾക്കും സാർ. और भी तो कर ही रहे थे. ആർക്കും അങ്ങനെ അളവ് കൊടുക്കണ്ട സാർ. फंस जाएगा अभी ये. ഇല്ല സാർ, ഞാൻ ടെൻഷൻ അടിച്ച് ചാകാറായി. പണ്ട് ക്യാഷ് വന്നില്ലെങ്കിൽ എല്ലാം ശരിയായിട്ടുണ്ട് ജോസ്. സാമയ സംഭവം. അത് പിന്നെ സാറേ, ബാങ്കിലെ ഈ മന്തിൻ്റെ ടാർഗറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ജോസ് എന്ന് പറയുന്ന ആളോട് മാനേജറും കാഷ്യറും ചേർന്ന് ക്യാഷ് ബാലൻസ് എടുത്ത് കച്ചവടക്കാർക്ക് മറിക്കും അല്ലേ? അയ്യോ ഇല്ല സാറേ, ഞാൻ പറയാം. अब बताएगा. എത്രയാ മറിച്ചത്? हैं? इसको रुपए देगा ये क्या? किसकी बात कर रहा है ये? ജാമ്യമില്ലാത്ത വകുപ്പാ. ഇപ്പൊ എന്താ ചെയ്യണ്ടേ? സാറേ സാറേ പറ്റിപ്പോയി. ഇനി इसको चुप रहने के लिए दे रहा ഓക്കെ, है. തൽക്കാലം അത് അവിടെ നിൽക്കട്ടെ. നമുക്കിത് പിന്നീട് എടുക്കാം. 50 ലക്ഷം. ഇതാണ് എൻ്റെ നമ്പർ. ഇവിടെയുള്ള എല്ലാവരുടെയും നമ്പർ ഇതിൽ ഉണ്ടല്ലോ. അത് ഈ സംഭവം വിളിച്ചു പറയാൻ വേണ്ടിയിട്ടായിരുന്നു. മെസ്സേജ് अच्छा इसका भाई है. എന്നെ വിളിച്ചപ്പോൾ പാർട്ടിയിലാ, രാവിലെ വിളിക്കാന്നും പറഞ്ഞ് മെസ്സേജ് അയച്ചതിന് മറുപടി ഇട്ടതാ. ഡോക്ടർ തിങ്കളാഴ്ച ലീവാ അല്ലേ? ഐ വിൽ ടോക്ക് ടു വിപിൻ, ഡോണ്ട് വറി. എൻ്റെ ഫ്രണ്ടാണ്. പ്രൊസീജിയേഴ്സ് कितने सारे मैसेज आ रहे थे इसको. വാട്സപ്പ് മെസ്സേജ് വരുന്നുണ്ടല്ലോ, നോട്ടിഫിക്കേഷൻ സൗണ്ട് ഇല്ലേ? ഫോർ ഷുവർ ഷോർട്ട് ടിപ്സ് പ്ലീസ് കോൾ. എൻ്റെ കുറേ കാശ് പോയിട്ടുണ്ട്. തൽക്കാലം ഞാൻ ഇതിൻ്റെ മ്യൂട്ട് മാറ്റി. സാർ ഞാൻ നമ്പേഴ്സ് എല്ലാം അയച്ചിട്ടുണ്ട്. हैं? किसको? पूरे हाँ, साइबर रहीम, सेल को ഞാൻ दे അച്ഛൻ देगा वो नंबर. ഒരു ജോണിൻ്റെ, ആ ജോണിൻ്റെ ഫോണിലോട്ടെ ഈ പറയുന്ന നമ്പറുകളിൽ നിന്ന് ഏതെങ്കിലും കോള് രാത്രി റൂമിന്റെ പുറത്ത് വെച്ച് ഫിദയും ഷൈനിയായിട്ട് വഴക്കുണ്ടായില്ലേ? അത് കഴിഞ്ഞിട്ട് ഫിദ എങ്ങോട്ടാ പോയത്? ഫിദ പറഞ്ഞ CCTV ഒന്ന് നോക്കണേ. അവിടെ ഒരു ലേഡി ഒറ്റയ്ക്ക് വന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന്. നോക്കിയിട്ട് പറയാം സാർ. ആ उसको कितने मैसेज. इसको मैसेज आ गया. ഇത്രയും തെറി അയച്ചിട്ടും ഒരു ആംഗ്രി ഇമോജി മറുപടി. സാർ, ആദ്യം മഴ പെയ്യുമ്പോൾ മാത്യു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് ഞങ്ങളുടെ അടുത്തേക്ക് വന്നത്. രണ്ടാമത്തെ മഴ दोबारा. എനിക്ക് തന്നെ സംശയമൊന്നുമില്ലെന്ന് ഞാൻ പറഞ്ഞില്ലേ? ദേ, അനാവശ്യം പറയരുത്. ഞാൻ അങ്ങോട്ടൊന്നും പറയാതിരിക്കാനല്ലേ ഇപ്പൊ ഈ ഡയലോഗ്. ഒരു സഹായവും പ്രതീക്ഷിക്കണ്ട. നമ്മൾ നാറിയത് മാത്രം മിച്ചം. എടോ അത് ദേ, ആരുടെ കാല് പിടിച്ചിട്ടാണെങ്കിലും കുറച്ച് വേണ്ട, ഞാനൊന്നിനുമില്ല. സിദ്ധാർത്ഥിനെ വിളിച്ചപ്പോ നാട്ടിലെ ഏതോ ഒരു പെണ്ണിന്റെ കഥയൊക്കെ അവൻ എന്നോട് പറഞ്ഞു. ഇനി സിദ്ധാർത്ഥനെ വിളിച്ചിരുന്നു അല്ലേ? വിളിച്ചിരുന്നു സാർ. ശരിക്കുള്ള കാര്യം പറയണം, അല്ലെങ്കിൽ പ്രശ്നം തീരത്തില്ലെന്ന് പറഞ്ഞാ വിളിച്ചത്. ഗ്രൂപ്പില് ഷൈനി മൂലം പ്രശ്നം ഇത് ആദ്യമായിട്ടൊന്നുമില്ല. शाइनी कुछ बीमारी थे शायद. हाँ बाइपोलर बोलते हैं और लड़ती रहती थी वो सबसे. മാത്യു ഇതിനെ കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല.
പറയാത്തതുകൊണ്ട് ഞങ്ങൾ ആരും ചോദിക്കാനും പോയി. हैं ഈ സൗഹൃദം कोई यस बोल कोई नो बोल. ഉണ്ട് സാർ. നീ കാര്യം പറ. अच्छा इनके पैसे देने से उसने മുന്നേ കൊടുത്ത കാശ് ഞാൻ തിരിച്ചു വെച്ചു. ओ അത് പ്രശ്നമായി. എന്ത് പ്രശ്നം? പോട്ടേന്ന് വെക്കാം. അതുപോലെ അല്ലല്ലോ മറ്റുള്ളവരുടെ കയ്യിൽ നിന്ന് മറിച്ചു കൊടുക്കുന്നത്. മറ്റുള്ളവരുടെ കയ്യിൽ എന്ന് പറഞ്ഞാൽ ഇനി ഷൈനി ഒത്തിരി പ്രാവശ്യം വന്ന് ക്ഷമയൊക്കെ പറഞ്ഞു. അതൊക്കെ ശരിയാ. പക്ഷെ ആയുഷിനു ശേഷം ഞങ്ങൾ ഷൈൻ മാത്യു अपनी बीमारी के लिए मुझे लेते थे क्या वो रुपया? अरे बीमारी ने अपने खर्चों के लिए लेते थे वो. ഇതൊക്കെ ഈ അസുഖത്തിന്റെ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഷൈനിയെ ട്രീറ്റ് ചെയ്യുന്ന എന്താ മാത്യു രാത്രിയില്ല? जरूर कुछ छुपा रहा हुआ ഡോക്ടർ आदमी. ഞാൻ ഫോൺ ഒരാളുടെ കയ്യിൽ കൊടുക്കാം, അദ്ദേഹം പറയും. ഇതെപ്പോഴായിരുന്നു? अच्छा बीमार थी वो. വർഷങ്ങളായിട്ട് ഷൈനി എൻ്റെ പേഷ്യൻ്റ് ആണ്. അവരുടെ बाइपोलर डिसऑर्डर था. ഷി ഹാസ് ബൈപോളർ അഫക്റ്റഡ് ഡിസോർഡർ. And it's an episodic illness. അതായത് കണ്ടിട്ടുള്ളത് ഈ ഹൈപ്പോമാനിക് ഫേസിൽ വല്ലാത്തൊരു ആത്മവിശ്വാസമാണ് അവൾക്ക്. നിയന്ത്രണം വിട്ടുള്ള ദേഷ്യവും റിക്കവർ ആകുമ്പോൾ താൻ ചെയ്തു പോയ കാര്യങ്ങൾ ഓർത്ത് ഷൈനി വല്ലാതെ കുറ്റബോധപ്പെടാറുണ്ട്. ഇത്തരക്കാർക്ക് ഡിപ്രസീവ് എപ്പിസോഡിൽ വിഷാദാവസ്ഥയിൽ റിസ്ക് ഓഫ് സൂയിസൈഡ് കൂടുതലാണ്. ओ मैथ्यू की थी. हाँ ये गया भी था. ഇത് മാത്യുവിന്റെ ബ്രാൻഡാണ് സാർ. तब फेंक दी तेज ने शायद रुक ही नहीं पा रही. നിർത്തുകൊണ്ട് വന്ന ബോട്ടിൽ തന്നെ. ഇതുമായി ഞാൻ പൂൾ സൈഡിലെത്തിയപ്പോഴാണ് രണ്ടാമത് മഴ പെയ്തത്. हैं മഴ കഴിഞ്ഞ് ഞാൻ ഹട്ടിലെത്തിയപ്പോൾ किसकी आवाज आ रही है? इसे तो नहीं सुनी होगी गिरने की आवाज. हाँ രണ്ട് കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. हाँ बताया तो कुछ और था उसने. മാത്യുവും ഫിദയും പറഞ്ഞ മൊത്തം കാര്യങ്ങളിൽ ओ सबने हाथ खड़ा कर दिया. इन दोनों ने नहीं किया. പിടിച്ചു കാണും. ഇവനാണ് എല്ലാത്തിനും കാരണം. ഒരുമണി വേണ്ടതിനും പറഞ്ഞോണ്ടല്ലോ ആരൊന്നും ഞാൻ നോക്കത്തില്ല. എന്നാ പോണോ? അവളെ കൊന്നോലെ എന്നെ. ഇയാളുടെ വൈഫ് പോലും അക്കാര്യം ഉറപ്പിക്കുന്നില്ലല്ലോ. എനിക്ക് ബോധ്യമുള്ള കാര്യങ്ങൾ എനിക്ക് നമ്മുടെ ബോധ്യങ്ങളിൽ വേണം നമ്മൾ നിൽക്കാൻ. എനിക്ക് എല്ലാവരോടുമായി ചോദിക്കാനുള്ള രണ്ടാമത്തെ കാര്യം, ഞാനും ജിതേഷും തമ്മിൽ ഒരു ഒളിവും മറവും ഇല്ലാത്ത ബന്ധമാണ്. എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറുണ്ട്. ഗ്രൂപ്പിന് പുറത്തുള്ള ഒരാളാണ്. That's a sensible answer. Thank you, doctor. Thank you. നയനയുടെ സ്ഥിരം പരിപാടിയല്ലേ ഇത്? മറ്റുള്ളവരെ ഇങ്ങനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കുന്നത്. അത് വേണമെങ്കിൽ എനിക്ക് പരിചയമുള്ള വേറെ ഏതെങ്കിലും പെൺകുട്ടി ആയിക്കൂടെ? അങ്ങനെയല്ല നയന പറഞ്ഞത്. ഗ്രൂപ്പിന് പുറത്തുള്ള ആരെങ്കിലും ആയിരുന്നെങ്കിൽ ജിതേഷ്. അതെനിക്ക് അറിയില്ലായിരുന്നു. അങ്ങനെയും കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട്. നയനയുടെ ഇൻസൾട്ട് സഹിക്കാൻ വയ്യാതെയാ ഷൈനി പക്ഷം പിടിച്ച് സംസാരിച്ചിട്ടുമില്ല. എന്ത് കാരണം കൊണ്ടായാലും നമ്മുടെ കൂട്ടത്തിൽ ഒരാളാണ് മരിച്ചത്. അതിന്റെ സത്യാവസ്ഥ ഇനി സിദ്ധാർത്ഥന് വന്ന കോളുമായി ബന്ധപ്പെട്ട് ഷൈനിക്ക് അപമാനകരമായ എന്തെങ്കിലും സാഹചര്യം ഇല്ല. മാത്യു എന്തീ പറഞ്ഞു വരുന്നത്? നയന നേരത്തെ പറഞ്ഞു ഒഴിവായി. ഷൈനി അത്തരക്കാരി അല്ല താനും. ഫിദയെ മാത്യുവിന് സംശയമില്ല.
എനിക്ക് എന്റെ ഭാര്യ വിശ്വാസമായിരുന്നു. നിനക്ക് എന്റെ ഭാര്യ വിശ്വാസമാണെങ്കിൽ നീ പറഞ്ഞു. എനിക്കും വരുന്ന വിശ്വാസമാണ്. मजाक फिर किसका है? इसका ही है शायद, रहीम. വിചാരിച്ചില്ല. ओ शाइन अगेन. अच्छा 2 इनकमिंग, 2 आउट गोइंग. जॉन, उसने भी जॉन को. ഷൈനിയുടെ ഫോണിൽ 4 ഔട്ട്ഗോയിങ് കോൾസും 2 ഇൻകമിംഗ് കോൾസും ഉണ്ട്. ഷൈനി അങ്ങോട്ട് വിളിച്ചത് ആനി 8:45 पे. ടൈം ഒന്ന് പറയാം. സാറേ ഷൈനി ജോണിനെ വിളിച്ചത് 8:45, 4 മിനിറ്റ് 10 സെക്കൻഡ് ഡ്യൂറേഷൻ. ജോൺ തിരിച്ചു വിളിച്ചു. ഷൈനി സിദ്ധാർത്ഥിനെയും ജിതേഷിനെ ആനയെയും വിളിച്ചത് എന്തിനാണെന്ന് നമുക്കറിയാം. എന്തിനായിരിക്കും ജോണിനെ വിളിച്ചത്? बहुत बड़ा छुपा रहा है ये सब ज्यादा. हाँ, कुछ तो छुपा रहा है. Call me back. മറുപടി വരട്ടെ. हैं? എന്തെങ്കിലും ഒരു ഐഡിയ പറഞ്ഞ ഗർഭടുത്ത് നിന്റെ തലയെ വെക്കുന്നേ. നീ മുമ്പ് എന്നോട് പറഞ്ഞാ പോരെ. देखो ये कल्प्रेट क्या? ആരാ കള്ളം പറയുന്നെന്ന് കണ്ടുപിടിക്കാനാ ഞാൻ ഇവിടെ നിൽക്കുന്ന. കുറ്റകൃത്യം പോലെ ശിക്ഷാർഹമാണ്. അത് മറച്ചു. आरती डर गए. കള്ളം പറയത്തില്ല. പറ. वॉइस मैसेज भेजा जाओ. ഷൈനി ഞാനുമായിട്ടുള്ള ഇടപാടിനെ കുറിച്ച് നിനക്കൊരു ചുക്കും അറിയില്ലെന്ന് നിന്റെ ഫസ്റ്റ് മെസ്സേജ് കണ്ടാ മനസ്സിലാവും. എന്താ കുറെ ചീത്ത തിരിച്ചു വിളിച്ചു, കാശ് തരത്തില്ലെന്ന് പറഞ്ഞു. അപ്പൊ ഷൈനി ജോണിനെ വിളിച്ച് കാശിന്റെ കാര്യത്തിൽ എന്തോ ധാരണയാക്കിയിട്ടുണ്ട്. ओ ഷൈനിയുടെ മരണത്തെ കുറിച്ച് അന്ന് ജോണിന് ഫോർവേഡ് ചെയ്ത് കൊടുക്ക്. अब यहाँ पर ജോൺ राज തിരിച്ചു खुलेगा. അരുതേ, നേരത്തെ കേട്ട സംഗതി. പ്ലീസ് എന്നെ ഒന്ന് വിശ്വസിക്ക്. ഞാൻ പറഞ്ഞതാണ് സത്യം. ജിതേഷിന് വേണ്ടിയിട്ടായിരുന്നു അത്. അവൻ ഇടപെട്ട ആരതി സത്യമായിട്ടും എന്റെ അമ്മയാണ്. ഞാൻ വിശ്വസിക്കുന്ന സകല ദൈവങ്ങളാണ്. അതാ സത്യം. അപ്പ പെണ്ണാരാ? ആരതി സത്യമായിട്ട് എനിക്ക് അറിയില്ല. നമ്മുടെ ഗ്രൂപ്പിലുള്ള ഒരാളാ. ദേ, ജിതേഷിനൊപ്പം ആ സ്ത്രീയും കൂടെ ഇവിടെ വന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കാം. അല്ലെങ്കിൽ എനിക്ക് ബുദ്ധിമുട്ടാണ്. കളയണ്ട. നിന്റെ ഫോൺ ഭയങ്കര പ്രശ്നമായിട്ടിരിക്കുക. നീ അതെങ്ങനെ ഡീലൊന്നും എനിക്ക് പറഞ്ഞ ഡീല്ലെങ്കിൽ ഞാൻ ഇതെല്ലാം വിളിച്ച് പറഞ്ഞു. പ്രശ്നമാക്കല്ലേ പ്ലീസ്. എനിക്ക് കുറച്ച് സമയം എന്താ. ഞാൻ ये सब कुछ ना कुछ छुपा रहे हैं. എന്നിട്ട് ജിതേഷ് എന്തെങ്കിലും അത് സത്യ. എന്നെ മാന്യത പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോഴാ ഇയാൾക്ക് സിദ്ധുവിന്റെ കോള് വന്നത്. ആ പറടാ. ആ സാർ ഇല്ല സാർ, ഇത് സിദ്ധുവിന് രക്ഷപ്പെടാൻ എന്നെ കൊടുക്കാനും കള്ളം പറയുന്നത്. അതിനെന്റെ ഭാര്യയും കൂട്ടി ഒരിക്കലും നിന്നെ കാണിച്ചു കൊടുക്കില്ല. അപ്പൊ നിങ്ങൾ തമ്മിൽ എന്തോ ധാരണയുണ്ട്. പറ, എന്തായിരുന്നു അത്? अब बोले गए. എന്റെ പൊന്നു സിദ്ധു, എനിക്ക് ശ്വാസം വിടാൻ കുറച്ച് സമയം എന്താ. നിനക്ക് കുഴപ്പമൊന്നും വരാൻ ഞാൻ നോക്കിക്കോളാം. വെറുതെ എങ്ങനെ പറഞ്ഞാൽ മതിയോ? അളിയ ഞാൻ തന്നെ സംസാരിക്കാം. ഞാൻ തന്നെ വിളിച്ചോണ്ട് വരാം. അളിയപ്പ ചെല്ലേ. ശരിയാണോ? അതെ. എന്താ ജിതേഷിന്റെ നിലപാട്? കള്ളം പറഞ്ഞ് ഇനിയും പിടിച്ചു നിൽക്കാനാണോ പ്ലാൻ? പറ്റാത്ത ചതിയാണ് ഞാൻ കാണിച്ചത്.
പ്രസംഗം നിർത്തിട്ടെ നീ കാര്യം പറ. अच्छा ये थे वो लड़के. ओ പൊങ്ങി വരുമെന്ന് ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. ആളാരാണെന്ന് സിദ്ധു ഇപ്പം തന്നെ പറയണമെന്ന് പറഞ്ഞു. നീ എന്തിനാ സീൻ ഓവറാക്കിയത്? इन दोनों के बीच क्या सीक्रेट है? ये इससे प्यार करते थे ये. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ജിതേഷേ, അവന്റെ കല്യാണം വരെ കുഴപ്പത്തില്ല. അതുകൊണ്ട് നമുക്ക് രണ്ടുപേർക്കൂടെ പോയി ആരതി ഒന്ന് കൺവിൻസ് ചെയ്യാം. എന്ത് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ? ഞാനിപ്പോ സേഫാ. सोसाइटी तो नहीं किया അല്ലെങ്കിൽ നീ होगा എന്നെ ചതിക്കണം. हो सकता है. इसी वजह से किया होगा ना सुसाइड. ओ ये इस पे क्या देख लिया? है उसी को लग रहा बस. हे भगवान, मतलब सच है. കൈപൊക്കിയാ മതി. മറിന, എനിക്കും അറിയത്തില്ല സാർ. ഫിദ, അങ്ങനെയെങ്കിൽ പറയാൻ പറ്റില്ല സാർ. सब पे कर रहा है गुस्सा अब. हैं? സൈനി കല്യാണത്തിന് മുമ്പേ ഷൈനി എന്റെ പേഷ്യന്റ് ആയിരുന്നെന്ന് മാത്യുവിന് പോലും അറിയാത്ത കാര്യമാണ്. ഷീ കനോട്ട് കൺസീവ്. ഐ എം സോറി മാത്യു, ഇതാരോടും പറയരുതെന്ന് ഷൈനി എന്നോട് झूठ था बाइपोलर क्या? ആവശ്യമുണ്ട്. പ്രൊഫഷണൽ ആയാലും ജീവിതത്തിലായാലും. ആ എത്തിക്സ് ഉണ്ടായിട്ടാണോടി നീ ഷൈനി ബൈപ്പോളാണെന്ന് ഇവരുടെ വിളിച്ചു? അന്തസ്സിനെ കെടുത്തി കളയുന്ന സംഭവങ്ങൾ ഉണ്ടായതുകൊണ്ട് മാത്രമാണ് ഞാനിതിവിടെ പറഞ്ഞത്. അല്ലാണ്ട് ആരെയും കൊടുക്കാനല്ല. ഷൈനേന്ദ്രനാ ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ? സർ, പ്രഗ്നന്റ് ആവില്ല എന്നുള്ളത് ഒരു വലിയ കുറവായിട്ട് മറ്റൊരാളാന്ന് 100% ഉറപ്പുള്ള ഈ ഒരു ഇഷ്യൂ ഇല്ല. അവരെ എക്സ്പോസ് ചെയ്യാനല്ലേ ഷൈനി നോക്കൂ. ഓക്കെ. ഹലോ ഫിദ. ഹലോ, डर गया जॉन. വന്നിട്ടുണ്ട്. ഷൈനി ലാസ്റ്റ് വിളിച്ചത് ജോണിനെയാണെന്നാ കോൾ റെക്കോർഡ് നോക്കി അവർ പറയുന്നുണ്ടായിരുന്നു. साबु ने उसे भेजा. പിന്നെ വേറെ ആരോടും ഡിസ്കസ് ചെയ്യരുതെന്ന് ഷൈനി പറഞ്ഞിരുന്നു. എങ്കിലും ഞാൻ പറയാം, जॉन को क्यों भेजा उसने? ഇന്ന് രാത്രിയിലോ? ഒരു 9 മണിയായി കാണും. 2 പ്രാവശ്യമായിട്ട്